ആരാ പറഞ്ഞത്? CP ഉമർ സുല്ലമിയാണല്ലോ, ജനറൽ സെക്രട്ടറി ആണല്ലോ. ആ ജനറൽ സെക്രട്ടറി തന്നെ അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഹദീസ് നിഷേധ അല്ല, അത് ഞങ്ങളുടെ നിലപാടാണ്. സലാഹു സുല്ലമി ഒറ്റപ്പെടുത്താൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ ആദർശം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അടുക്കളവാലൂടെ ഇറങ്ങിപ്പോകാന്ന് വടവൂരികൾ വിചാരിക്കരുത്. ഞങ്ങൾക്കത് ബാധകല്ല, ഞങ്ങളത് ഉൾക്കൊള്ളൂല, അത് സലാഹു സുല്ലമിയുടേതാണ് എന്ന് പറയേണ്ടതില്ല. നേരെ മറിച്ച് നിങ്ങൾ തന്നെയും ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തിനാണ് ആ സലാഹു സുല്ലമിയുടെ കാര്യം മാത്രം പറഞ്ഞത്? ഒരു സലാഹു സുല്ലമിക്ക് ഇവർ ആക്രമിക്കാറുണ്ട്, അതുകൊണ്ട് സലാഹു സുല്ലമി മാത്രം ഫേസ് ചെയ്യാണ്, ഫോക്കസ് ചെയ്യാണ് എന്ന് ഒരു മൊല്ലക്ക് നാളെ ഒന്ന് കരയരുത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി ഇന്ന് പറയാണ്ട്. ഒന്ന്, ദാ പിടിച്ചോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പറഞ്ഞിരുന്നു, അതിന് മറുപടി തന്നിട്ടില്ല, തരാൻ കഴിയില്ല, പറയാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അടുത്തത്, ഇത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട്. തെറ്റി എഴുതണതാ, മുജാഹിദ് എന്ന് പറയാൻ പറ്റൂല, അങ്ങനെ തെറ്റി എഴുതിയ സമ്മേളനമാണ്. അങ്ങനെ സമ്മേളനം വയനാട്ടിലെ ഈദ് ബുള്ളറ്റിൻ, അതുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഈദ് ബുള്ളറ്റിൻ, ഇതിൽ നമ്മുടെ അലിമുല്ലാക്കയുടെ ഒരു ലേഖനമുണ്ട്. നമ്മുടെ അലിമുല്ല അദ്ദേഹത്തിന്റെ ഒരു ലേഖനം, ആ ലേഖനത്തിൽ എന്താ ഉള്ളതെന്നറിയോ? പല്ലികൾ ജാഗ്രത. എന്ത് പല്ലികൾ ജാഗ്രത? ആരെഴുതിയത്? മൂപ്പര് പല്ലി സംരക്ഷകൻ. എല്ലാ പല്ലികളുടെയും സംരക്ഷണം ഏറ്റെടുത്ത പല്ലി സംരക്ഷകൻ, പല്ലികൾ ജാഗ്രത. എന്നിട്ട് എന്താ നോട്ടീസ് എഴുതി കൊടുത്തതെന്നറിയോ? കരുവന്തുരുത്തിയിലും കൊടുന്തിരപ്പുള്ളിയിലും പള്ളികൾക്കാണ് ഭീഷണിയെങ്കിൽ പരപ്പരങ്ങാടിയിൽ പാവം പല്ലികൾക്കാണ് വധഭീഷണി. പള്ളി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂലി പല്ലിവെട്ടിനുണ്ടെന്നാണ് ചങ്ങരംകുളം നോട്ടീസ്. അഡ്വോക്കുകൾ പരസ്പരം കാണുമ്പോഴും യോഗം കൂടുമ്പോഴും പല്ലിവധത്തിന്റെ കണക്ക് പറഞ്ഞാണ് ഇരിക്കുന്നതെന്ന് നാട്ടുവർത്തമാനം. സാമാന്യ ബുദ്ധിയെപ്പോലും ചോദ്യം ചെയ്യുന്ന വാദങ്ങൾ കൊണ്ടു നടക്കുന്ന ഇവരെങ്ങനെയാണ് മുജാഹിദുകളാകുന്നത്? അലിമുല്ലാക്കേ വലിയ ആലിമുലല്ലാമ, ഞങ്ങളൊക്കെ അറിവില്ലാത്ത സാധുക്കളാണ്. ആലിമുലല്ലാമാണ് ലേഖന പറഞ്ഞത്. എന്താ ആലിമുലെല്ലാം എഴുതിയത്? എന്താ പറയുന്നത്? സാമാന്യ ബുദ്ധിയെപ്പോലും ചോദ്യം ചെയ്യുന്ന വാദങ്ങൾ കൊണ്ടു നടക്കുന്ന ഇവരെങ്ങനെയാണ് മുജാഹിദുകളാകുന്നത്? പല്ലിയെ കൊല്ലണം എന്ന് പറഞ്ഞു പോയാൽ അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നില്ല, വല്ലാക്കാന്റെ ബുദ്ധിക്ക് നിരക്കുന്നില്ല. പിന്നെങ്ങനെ ഇവര് മുജാഹിദാകുന്ന? അതുകൊണ്ട് അവസാനിച്ചോ? അതുകൊണ്ട് അവസാനിച്ചില്ല. അതുകൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് പിന്നെ അറിയാതെ വന്നു പോയതാണ് എന്നൊക്കെ പറയരുത്. അതവിടെ ഇരിക്കട്ടെ. അടുത്ത സുഹുഫിൽ എന്താ? ഇത് വേറൊരു സുഹുഫാ. ഇത് ഏതാന്ന് വെച്ചാൽ വർത്തമാനം. ഇത് സമ്മേളനം നടന്നപ്പോ അവിടെ പുറത്തിറങ്ങിയ സപ്ലിമെന്റ് ആണ് വയനാട്ടില്. ആ സപ്ലിമെന്റിൽ ഫ്രണ്ടിൽ തന്നെ ഉമർ സുല്ലമി പ്രസംഗിക്കുന്നുണ്ട്, അതിന്റെ ചോട്ടിലൊരു താത്ത വേറെ ആളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കയറിയാൽ ഒരു സിനിമയുടെ പരസ്യമുണ്ട്. ഒരു സിനിമയുടെ പരസ്യം. എന്താ സിനിമയുടെ പേര്? അക്കരെ നിന്നൊരു സുൽത്താൻ. അതാണ് ഇപ്പൊ മുജാഹിദ് മൗലവി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകള് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് ആ അഡ്രസ്സ് ദുരുപയോഗപ്പെടുത്തി നടക്കുന്ന മടവൂരികള് അവരിപ്പോ ദൈവത്തെ നടത്താൻ വിളിക്കണം. നമ്മുടെ അമ്മിണി ചേച്ചി, സുകുമാരി ചേച്ചി, അങ്ങനെ കുറെ ആളുകളെ വിളിച്ചിട്ട് ദൈവത്തെ നടത്തല്. അങ്ങനെ അക്കരെ നിന്നൊരു സുൽത്താൻ സിനിമാ പോസ്റ്ററാണ് ഇത്. സപ്ലിമെന്റ് വർത്തമാനം വയനാട്ടിൽ ഇറങ്ങിയ സപ്ലിമെന്റ്. അങ്ങനെ ഈ സിനിമാ പോസ്റ്റർ കൊടുത്തിട്ട് പരസ്യം ചെയ്ത ഒരു സിനിമ. ആ സിനിമയിലെ ഒരു സീൻ മടവൂരികൾ ഇറക്കിയ സിനിമയാണ്. ആ സിനിമയിൽ ഒരു സീൻ കൂടി നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത് ജിന്നല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പല്ലിയെ കൊന്നു. ഒരു പല്ലിയെ കൊല്ലാൻ ഡോക്ടർ സുഹൈർ രണ്ടാമത് എടുക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റയടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. അങ്ങനെയാണ്. അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകൾ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോവാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ? മൂപ്പര് എത്ര കളവാ നടത്തിയത്. പല്ലിയുടെ കാര്യം പറയുമ്പോ കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യം വരെല്ലാം ചെയ്യില്ലേ? കണ്ടോ? നിങ്ങളത് ചിന്തിക്കണം. ആരെയായി പരിഹസിച്ചത്? മുജാഹിദുകളെയോ ഞങ്ങളെയോ? ആരെയാ ചവിട്ടിയത്? ഞങ്ങളെയോ? അല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനത്തെ, റസൂലുള്ളാഹിയുടെ ഹദീസിനെ. അല്ലേ, എവിടെ ഹദീസ്? അത് കണ്ടിട്ടില്ലേ മൊല്ല?
ആലിമുൽ കണ്ടില്ലേ, മുഹദ്ദിസ് കണ്ടില്ലേ, വിവരമുള്ളവരെ കണ്ടില്ലേ? എവിടെയുള്ളത്? റിയാദുസ് സാലിഹീൻ എന്ന കുട്ടികൾ ഓതി പഠിക്കുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പരിഭാഷ സലാഹ് സുല്ലമി തന്നെയും എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായി എഴുതുന്നത് കാണാം. അൻ ഉമ്മി ശരീക്കിൻ റളിയല്ലാഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഉമ്മി ശരീക്കിൻ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹാ ബിഖത്ലിൽ ലൗസാ വഖാല കാന യൻഫുഹു അലാ ഇബ്രാഹീം. എന്താ പറഞ്ഞത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറഹാ ബിഖത്ലിൽ ലൗസാ, പല്ലിയെ കൊല്ലാൻ കൽപ്പിച്ചു. പല്ലികളെ കൊല്ലാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറയുകയും ചെയ്തു, കാന യൻഫുഹു അലാ ഇബ്രാഹീം, അത് ഇബ്രാഹിം നബിയുടെ തീ ഊതി കത്തിച്ചിരുന്നു. അത് വാറോലയായിരിക്ക? വാറോലയാണോ? അല്ല. മുത്തഫഖുൻ അലൈഹി, ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആ ഹദീസിനെ പരിധിച്ച് മുല്ലാക്ക ലേഖനം, സപ്ലിമെന്റ് പരസ്യം, മുല്ലാക്ക ലേഖനം സപ്ലിമെന്റ് പരസ്യം നടന്മാർ അഭിനയിക്ക. ആർക്കെതിരെ? റസൂലുള്ളാഹിക്കെതിരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ. ഇനി അതിന്റെ തൊട്ടടുത്ത ഹദീസും വീണ്ടും ആ വിഷയം തന്നെയാ പറയുന്നത്. എന്താ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സലാഹ് സുല്ലമി അതിന് നൽകിയ പരിഭാഷ ഞാൻ വായിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. എന്താ പറഞ്ഞത്? വല്ലവനും പല്ലിയെ ഒരടിക്ക് തന്നെ കൊന്നുകളഞ്ഞാൽ അവന് ഇന്ന പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ അടിയിലാണ് കൊന്നതെങ്കിൽ ആദ്യത്തെ പ്രതിഫലത്തെക്കാൾ താഴെയുള്ള ഇന്ന പ്രതിഫലമുണ്ട്. മൂന്നാമത്തേതിലാണ് കൊന്നതെങ്കിലോ ഇന്ന പ്രതിഫലമോ ലഭിക്കും. മറ്റൊരു നിവേദനത്തിൽ ആദ്യത്തെ അടിക്ക് തന്നെ ഒരാൾ ഒരു പല്ലിയെ വധിച്ചാൽ അവന് 100 നന്മ ലഭിക്കും. എവിടെയായി ഹദീസ് ഉള്ളത്? സഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. എന്നാ മാന്യ സഹോദരങ്ങളെ, ആ ഹദീസിനെതിരെ നാടകം കളിച്ചവരെ റബ്ബിന്റെ കോർട്ടിൽ, അള്ളാഹുവിന്റെ കോർട്ടിൽ എന്ന് മറുപടിയാ നിങ്ങൾക്ക് പറയാനുള്ളത്. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ദീനിന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിനെതിരെ ലേഖനം എഴുതിയ മുല്ലാക്ക, റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ട്? അതിനുവേണ്ടി പണം മുടക്കി പടമിറക്കിയവരെ റബ്ബിന്റെ കോർട്ടിൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ഇതാണ് മാന്യമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇനി പള്ളി സംരക്ഷകരായി മടവൂരികൾ മാറി, പള്ളികളെ സംരക്ഷിക്കുന്നവരായി മടവൂരികൾ മാറുകയാണ്. എന്നാ മാന്യ സഹോദരങ്ങളെ, എന്താണ് ഇവർക്ക് ഇത്ര പ്രിയം? പള്ളികളോട് എന്താ ഇത്ര പ്രിയം? എന്തൊരു പള്ളി സംരക്ഷണം? പള്ളി സംരക്ഷണം അല്ല, പള്ളി സംരക്ഷണം. കാര്യം എന്താ? ഇവരുടെ പണി അത് ചിലപ്പോ പള്ളിയെടുക്കുന്നുണ്ട്. അപ്പൊ വർഗസ്നേഹം ആകാം. കാര്യം എന്താ? പള്ളിക്കൊരു സ്വഭാവം ഉണ്ട്, നല്ല വിഷമുണ്ട് എന്നാ. ആരാ അത് പറഞ്ഞത്? നമ്മള് പറഞ്ഞിട്ട് ശാസ്ത്രം കുറഞ്ഞുകൊണ്ട, ശാസ്ത്രബോധം കുറഞ്ഞുകൊണ്ട. അല്ലേ ശാസ്ത്രബോധമുള്ള ആള് തന്നെ പറയട്ടെ, വിവരമുള്ള ആള് പറയട്ടെ, കേട്ടോളൂ. അതിന്റെ വിഷാംശം തിരിച്ചറിയ വരെയില്ല. ഇപ്പൊ ചെലന്തിയെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എട്ടുകാലിയൊക്കെ. അതിൻ്റെ ഒക്കെ പിന്നെ ആയുർവേദ ഡോക്ടർമാർ അതിൻ്റെയൊക്കെ വിഷം തട്ടിയാൽ പിറ്റേന്നും മറ്റന്നാളൊന്നും അറിയില്ല, ഒരുപാട് നാൾ കഴിഞ്ഞാൽ പ്രകടമാവുക എന്നൊക്കെ. പല്ലിയുടെ കാഷ്ടം, അങ്ങനെ പലതും. പല്ലിയുടെ കാഷ്ടം, അങ്ങനെ പലതും. വിഷാംശമുള്ള ആ പല്ലിയെ, വിഷമുള്ള പല്ലിയെ കൊല്ലണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വിഷമുള്ള പല്ലി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവര് വന്നിട്ട് വ്യാഖ്യാനിക്കേണ്ടത് വേറൊരു തരത്തിലുള്ള പല്ലിയാണ്. നമ്മുടെ നാട്ടിലുള്ള പല്ലിയല്ല, അത് ഗൾഫ് പല്ലിയാണ്, അത് അവിടുത്തെ പല്ലിയാണ്, ഇവിടുത്തെ പല്ലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കണ്ട. പല്ലി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ജീവി ഉണ്ടല്ലോ, ആ ജീവിയെ കുറിച്ചാണ് പരാമർശം. അത് ഒരു നോട്ടീസ് ഇറക്കിയപ്പോ മുസ്ലിമിന്റെ ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, പരപ്പനങ്ങാടിയിൽ KNM-ISM MSM MGM എന്ന പേരിലിറക്കിയ ഈ നോട്ടീസിൽ കൊടുത്തപ്പോൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നോട്ടീസിൽ ആ ഹദീസ് കണ്ടപ്പോ കിട്ടിയ വടി കൊണ്ടടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് മടവൂരികൾ റസൂലുള്ളാഹിന്റെ ഹദീസിനെതിരെ രംഗത്ത് വന്നത്. അറിയാതെ